വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എന്നെ 10 പ്രാവശ്യം. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ന്യൂസ് കാണാം, എന്നെ 10 പ്രാവശ്യം പീഡിപ്പിച്ചു. ഈ വീഡിയോ പലരും ഇതിനു മുമ്പ് റിയാക്ട് ചെയ്ത് കണ്ടു. പക്ഷെ അവർ പറയാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി ചേച്ചി പറഞ്ഞ ആദ്യത്തെ മണ്ടത്തരം, ഒരാളെ 10 തവണയൊക്കെ ബലാത്സംഗം ചെയ്യാൻ കഴിയുമോ? കഴിയും എന്ന് തന്നെയാണ് ഉത്തരം. ഒരാൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. 1 അല്ല 10 അല്ല 100 തവണ അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വിവാഹവുമില്ല ഒന്നുമില്ല എന്ന് ഒഴിവാക്കി വിടുകയാണെങ്കിൽ അവിടെ നടന്നത് പീഡനം തന്നെയാണ്. കാരണം അവിടെ കൺസെന്റ് അവർ സ്വമേധയാ തരുന്നതല്ല, നിങ്ങൾ വാങ്ങിയെടുക്കുന്നതാണ്. വാഗ്ദാനം നൽകി വാങ്ങിയെടുക്കുന്നതാണ്. അങ്ങനെ വാങ്ങിയെടുക്കുന്ന കൺസെന്റ് നിലനിൽക്കത്തില്ല. അപ്പോൾ ചേച്ചി അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ പാഠം, ഒരാളെ 1 കൂടുതൽ തവണ ബലാത്സംഗം ചെയ്യാൻ കഴിയും. പിന്നെ പരാതി കൊടുക്കുന്ന സ്ത്രീയുടെ മുഖവും TV-യിൽ പരസ്യമായി കാണിക്കണം. അല്ലെങ്കിൽ അതിൽ കൾപ്രിറ്റായിട്ടുള്ള ആളുടെ മുഖവും കാണിക്കാൻ പാടില്ല എന്നൊക്കെ സ്റ്റേജിൽ നിന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന പുരുഷ കേസരികളെല്ലാം കൈയടിച്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും. നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇതാണ് റിയൽ ഫെമിനിസം എന്നൊക്കെ വന്ന് മെഴുകുമായിരിക്കും. പക്ഷേ ഇതിനെ നമ്മൾ വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്ന് സിമ്പിളായിട്ട് പറയാം. ഇവർ പറഞ്ഞ കാര്യം എത്രത്തോളം അപകടകരമാണെന്ന ബേസിക് നോളജ് പോലും ഇവർക്കില്ല. പെണ്ണിൻ്റെ മുഖം എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് എന്നാണല്ലോ ചോദ്യം. അതവർക്ക് ഫേക്ക് കേസ് കൊടുക്കാനുള്ള ലൈസൻസ് ഒന്നുമല്ല. ലൈംഗികാതിക്രമം നടന്നൊരു സ്ത്രീയെ ഈ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് ചുമ്മാ ഒന്ന് നോക്കി നോക്കുക. മുഖം പുറത്തു വരാത്ത സമയത്ത് തന്നെ അവൾ നേരിടുന്ന സ്ലട്ട് ഷെയ്മിങ്, അപമാനം, ജഡ്ജിങ്, വിക്ടിം ബ്ലെയിമിങ് എന്തൊക്കെയാണെന്ന് ചേച്ചി ഇനിയും പഠിക്കേണ്ടിയിരിക്കും. ഇനി പറയുന്ന പ്രതികൾക്ക് അവർക്ക് പണവും സ്വാധീനവും രാഷ്ട്രീയപരമായ ബന്ധങ്ങളുണ്ടെങ്കിൽ ഇരയെ അപായപ്പെടുത്താനോ അല്ലെങ്കിൽ ഇരയുടെ ജീവന് അപകടം ഉണ്ടാകാതിരിക്കാനും കൂടി വേണ്ടിയാണ് അവരുടെ മുഖം പുറത്തുവിടാത്തത്. ഇത് ഒരു സാധാരണ മനുഷ്യനുണ്ടാവേണ്ട ബേസിക് നോളജാണ്. അത് ഇവർക്കില്ല. വ്യാജ പരാതികളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഇവിടെ ആരും പറയുന്നില്ല. ഒരു 10 വ്യാജ പരാതികൾ ഉണ്ടായി എന്നതുകൊണ്ട് ബാക്കി 90 പരാതികളുള്ള സ്ത്രീകളുടെ മുഖവും വലിച്ചു കീറാനായിട്ട് സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കണം എന്നാണ് ഇവർ പറയുന്നത്. ഇനി കൾപ്രിറ്റിൻ്റെ മുഖം മറച്ചു വച്ചുകൂടെ എന്ന് ചോദിക്കുന്നവരോട്, ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക് റെക്കോർഡാണ്. ഒരു കൾപ്രിറ്റിൻ്റെ മുഖം എന്തുകൊണ്ട് പുറത്തു വിടുന്നു എന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് ഈ കൾപ്രിറ്റിൽ നിന്ന് ഇതേ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള മറ്റ് വിക്ടിംസ് ഉണ്ടോ എന്നുകൂടി അതിൽ നിന്ന് അറിയാൻ സാധിക്കും. ശരിയാണ്, വ്യാജ വാർത്ത വരുമ്പോൾ പുരുഷന്മാരുടെ ജീവിതം തകരപ്പെടുന്നുണ്ട്. അതിന് കാരണം ഈ മുഖം പുറത്തു വരാത്ത പരാതിക്കാരി മാത്രമല്ല. ഇവിടെ ചോദ്യം ചെയ്യേണ്ടത് മാധ്യമ ട്രയലുകളെയും സോഷ്യൽ മീഡിയ ട്രയലുകളെയും പിന്നെ വർഷങ്ങളോളം ഇഴഞ്ഞു നീങ്ങുന്ന നമ്മുടെ നിയമവ്യവസ്ഥയുമാണ്. വ്യാജ പരാതികൾ ഉണ്ടായാൽ ആ വ്യാജ പരാതികൾക്കെതിരെ നടപടി ഉണ്ടാകേണ്ട നിയമങ്ങളാണ് വേണ്ടത്. അല്ലാതെ പരാതിക്കാരുടെ മുഖവും പുറത്തുവിടണം എന്നല്ല അവിടുത്തെ സൊല്യൂഷൻ. സിസ്റ്റത്തിലെ പിഴവുകൾ കാരണം നിയമം നൽകുന്ന സംരക്ഷണമെല്ലാം എടുത്തു കളഞ്ഞ് വിക്ടിംസിനെ സമൂഹത്തിന് മുമ്പിലേക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുക എന്നതാണ് ഇവരിവിടെ പറയുന്ന സൊല്യൂഷൻ.